അപ്പോഴേ ഞാൻ കുറച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. പലതരം വീഡിയോ കണ്ടിട്ട്, ഞാനടക്കമുള്ള പലതരം വീഡിയോ കണ്ടിട്ട് ഷിപ്പിലേക്ക് വരാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഷിപ്പ് ലൈഫ് സുന്ദരമാണ്, അടിപൊളിയാണ്, അങ്ങനെ ഒരു ലൈഫിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പം ഒന്ന് രണ്ട് സത്യാവസ്ഥകൾ പറഞ്ഞുതരാം, കേക്ക്. 12, 13, 14 മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ പോരെ, അതിനാണോ ഇത്രയും കിടന്ന് ബിൽഡപ്പ് കൊടുക്കുന്നത്, എല്ലായിടവും ഇതൊക്കെ തന്നെ അല്ലേ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് മാത്രമല്ല, 12, 13, 14 അതൊക്കെ സഹിച്ച് പണിയെടുക്കണം. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. പ്രധാന പ്രശ്നം വേറെ ഒന്നുണ്ട്. രണ്ടാഴ്ച കൂടുമ്പോൾ ക്രൂ ഡ്രില്ലാണ്. അതും സഹിക്കാം, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ. ഈ പാസഞ്ചർ ഡ്രിൽ എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ആഴ്ചയിൽ മാത്രമല്ല, ദിവസവും ഉണ്ട്. 2-3 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഈ പാസഞ്ചർ ഡ്രില്ലുണ്ട്. ഈ പാസഞ്ചർ ഡ്രില്ല് കൊണ്ടുവയ്ക്കുന്നത് കറക്റ്റ് ബ്രേക്ക് ടൈമിലായിരിക്കും. ആ ബ്രേക്ക് അങ്ങ് പോയി കിട്ടും. പാസഞ്ചർ ഡ്രില്ല് കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ അടുത്തേക്ക് കയറും. അതാണ് ഇവിടുത്തെ ആചാരം. എന്നിട്ട് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല, അടുത്ത നായകന്റെ വരവുണ്ട്. അതാണ് മെയിൻ. സേഫ്റ്റി ട്രെയിനിങ്, സെക്യൂരിറ്റി ട്രെയിനിങ്, അബാൻഡർഷിപ്പ് ട്രെയിനിങ്. ഇതൊക്കെ എങ്ങനെ ഈ ബ്രേക്ക് ടൈമിൽ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അതോ കറക്റ്റ് ആ ബ്രേക്ക് ടൈമിൽ എടുത്ത് പോകുന്ന 2 മണി, 3 മണി, 4 മണി ഒക്കെ പോലെ 5:30 ആ സമയം. 6 മണിക്ക് പുറകിലോട്ടായിരിക്കും. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്യൂട്ടി ടൈം ആണല്ലോ. കറക്റ്റ് ആ ടൈമിൽ കൊണ്ടുവയ്ക്കാൻ എല്ലാം ശ്രമിക്കാറുണ്ട്. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ഷൻ, കൗ ഇൻസ്പെക്ഷൻ, ഔട്ട്സൈഡ് ഇൻസ്പെക്ഷൻ എന്ന് വേണ്ട എല്ലാ തരം ഇൻസ്പെക്ഷനും ഡെയിലി ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ രാത്രി കിടന്നുറങ്ങാനെന്ന് വിചാരിക്കുന്ന സമയവും ഏകദേശം പോയി കിട്ടും. തീരുമാനമായില്ലേ? പിന്നെയാണ് പ്രധാന ഒരാളുടെ വരവ്, കോർപ്പറേറ്റ് ഓൺബോർഡ്. ഡിപ്പാർട്ട്മെന്റിനും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോർപ്പറേറ്റും ഓരോരോ മാസം വെച്ചിട്ട് ഓൺബോർഡ് ഉണ്ടാവും. അത് ആചാരമാണ്. ഇനി അതും പോരാഞ്ഞിട്ട് എല്ലാ ദിവസവും കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്, സൂഷെഫ്, പബ്ലിക് ഹെൽത്ത് ഓഫീസർ, ഡയറക്ടർ, ഹോട്ടൽ ഡയറക്ടർ, യാച്ച് ക്ലബ് ഡയറക്ടർ എന്ന് വേണ്ട സകലമാന ആൾക്കാരും അരമണിക്കൂർ വന്ന് കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്തിട്ട് പോകും. ആ സമയത്ത് കിടന്ന് നെട്ടോട്ട് ഓടുന്നതോ നമ്മൾ. എക്സ്ട്രാ വർക്ക്, എക്സ്ട്രാ ഡ്യൂട്ടി, എല്ലാം എക്സ്ട്രാ. അത് മാത്രമാണ് ഇവിടെ. ഇതെല്ലാം കടന്ന് ശാന്തമായി സമാധാനമായി ക്യാബിനിലേക്ക് വന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്ത ഇൻസ്പെക്ഷൻ വരുന്നത്, ക്യാബിൻ ഇൻസ്പെക്ഷൻ. ഇതെല്ലാം പൂർത്തിയായി. ഇനിയും നല്ല നല്ല വീഡിയോസ് മാത്രം കണ്ടിട്ട് വരാൻ നിൽക്കരുത്. ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ വേറെയാണ്, അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ എല്ലാം അറിഞ്ഞും കേട്ടും കണ്ടും മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യാലപ്പുറത്തിരിക്കണ തേങ്ങയില്ലേ, അതുപോലെയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണാം. ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ എല്ലാം സഹിച്ച് സഹനശക്തിയോടുകൂടി 8-9 മാസം കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ പോകും. അങ്ങോട്ടാണ് തേങ്ങ വീഴുന്നതെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് അപ്പം തന്നെ നമുക്ക് സൈൻ ഓഫ് കൊടുത്ത് പോവുകയും ചെയ്യാം.